പിറവിലേക്ക് സ്വാഗതം. കടൽ തീരത്തെ തുറമുഖങ്ങൾ പോലെ ദൈവം പള്ളികൾ സ്ഥാപിച്ചിരിക്കുന്നു. ഭൗമികമായ ആകുലതകളുടെ നീർച്ചുഴിയിൽ നിന്നും അവിടെ നിങ്ങൾ അഭയം തേടാനും സമാധാനവും പ്രശാന്തതയും കണ്ടെത്താനുമാണത്. വിശുദ്ധ ജോൺ ക്രിസ്തോസ്തത്തിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ഷാനറ്റ് അലീനയുടെ ഗാനമാണ് ആദ്യം.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സൗഹൃദം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഫാദർ സിറിയക്കോട്ടയിൽ നമ്മോട് സംസാരിക്കുന്നു. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ആ മാതാപിതാക്കൾ ജർമ്മനിയിലായിരുന്നു. അവർക്ക് 2 മക്കളാണ്, മകനും മകളും. മകൾ ജർമ്മനിയിൽ തന്നെയാണ് പഠിച്ചത്. മകനെ നാട്ടിൽ പഠിപ്പിക്കാമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ നാട്ടിൽ പഠിപ്പിച്ചാൽ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നാട്ടിൽ ആള് വേണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവര് മനസ്സിലാക്കിയത് നാട്ടിൽ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബമുണ്ട്. പ്രത്യേകിച്ച് ആ കുടുംബം ഇവനെ ചേർക്കാൻ പോകുന്ന കോളേജിനടുത്ത. ഏതായാലും കോളേജില് ഈ പയ്യന് അഡ്മിഷൻ ശരിയാക്കി, ക്ലാസ് തുടങ്ങി. വലിയ പ്രതീക്ഷയിലാണ് ഈ ജർമ്മനിയിലെ മലയാളികളായ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ ഈ കോളേജിലാക്കിയത്. നാട്ടിലെ ബന്ധുകുടുംബം കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇവൻ കോളേജിലേക്ക് ഈ ബന്ധു വീട്ടിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഉച്ചഭക്ഷണമൊക്കെ കൊടുത്തു വിടുമായിരുന്നു. പക്ഷെ സാവധാനം അവന്റെ പ്രകൃതം മാറി. അവൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ ലോക്കൽ ഗാർഡിയനായ കുടുംബത്തോടും പറഞ്ഞു, എനിക്ക് കോളേജിനടുത്തേക്ക് പോകണം. അങ്ങനെ അവൻ കോളേജിനടുത്തുള്ള ഒരു വീട് താമസിക്കാനായിട്ട് എടുത്തു. താമസിയാതെ ആ യുവാവ് വേറെ ചില യുവജനങ്ങളെ അവിടെ താമസിപ്പിച്ചു. ഇഷ്ടം പോലെ പണമല്ലേ. ജർമ്മൻ മാതാപിതാക്കൾ ഇവന് പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ ചെറുക്കൻ കുറേ ദിവസങ്ങളൊക്കെ ക്ലാസ്സിൽ പോകാതെയായി. കൂടെ കൂടിയ കൂട്ടുകാരൊക്കെ മനസ്സിലാക്കി ഇവന് ഇഷ്ടം പോലെ പൈസയുണ്ട്. അവരിൽ ചിലരൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരുന്നു. സാവധാനം ഈ പയ്യൻ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളിലേക്ക് വന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. അന്ന് ഞാന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇവന്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് ബന്ധുക്കൾ കൊണ്ടുവരുന്നു. ചികിത്സാ കാലാവധി 2 ആഴ്ചയാണ്. 2 ആഴ്ച കൊണ്ട് ഇവനെ നേരെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. വലിയ വിഷമത്തോടു കൂടിയാണ് ആ മാതാപിതാക്കൾ ജർമ്മനിയിൽ നിന്ന് ഫോൺ ചെയ്തത്. എത്ര രൂപ വേണേലും ചെലവഴിക്കാൻ തയ്യാറാണ്, ചെറുക്കനെ ഒന്ന് ശരിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ശരിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും നോക്കിക്കേ, ഈ നല്ല ഒരു യുവാവ് തെറ്റായ സ്വാധീനത്തിലേക്ക് പോവുകയാണ്. ജീവിതം തകർക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അനുദിനം നമ്മള് കാണുന്ന വിവിധ ഇനത്തിലുള്ള പഴങ്ങളുണ്ട്. വിവിധ പഴങ്ങൾ വിവിധ കാലത്ത് നമുക്ക് ലഭിക്കുമല്ലോ. ഈ സമയത്തൊക്കെ മാങ്ങ കിട്ടും, ചില സമയത്ത് ആപ്പിൾ കിട്ടും, ചില സമയത്ത് ഓറഞ്ചും മുന്തിരിയും ഒക്കെ കിട്ടും. നാട്ടിൽ കിട്ടാത്ത വിവിധ ഇനം പഴങ്ങൾ നമുക്ക് പുറം നാടുകളിൽ നിന്ന് കിട്ടും. പക്ഷെ ഈ പഴങ്ങളൊക്കെ നാം ഇന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഈ പഴങ്ങളിലെല്ലാം വിഷമുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഈ മാങ്ങായും ആപ്പിളും മുന്തിരിയൊക്കെ നേരിട്ട് വാങ്ങി പെട്ടെന്ന് കഴിക്കാമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മനുഷ്യരൊക്കെ എന്നാ ചെയ്യുന്നത്? നമ്മുടെ വീടുകളിൽ എന്നാ ചെയ്യുന്നത്? ഈ പഴങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മഞ്ഞളിനകത്തും ഉപ്പിനകത്തും ഒക്കെ ഇട്ടേക്കുക. മണിക്കൂറുകൾ ഇട്ട ശേഷം ഇത് എടുക്കുന്നത്.
ഇവരെ നയിക്കുന്ന ചിന്ത എന്താ? ഇത് വിഷാംശം ഉള്ളതാണ്, വിഷമുള്ളതാണ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. നാം മനസ്സിലാക്കേണ്ട, നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റായ സ്വാധീനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റായ സ്വാധീനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണോ ഈ പഴങ്ങളിൽ വിഷാംശം നിറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകളിലേക്ക്, മക്കളിലേക്ക് ഈ സമൂഹത്തിൽ നിന്ന് വിഷം കലരാം. വിഷം എന്താണെന്ന് നിങ്ങൾക്കറിയാം. വിഷത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമല്ലോ. വിഷം നശിപ്പിക്കുന്നതാ, ജീവനെ അപഹരിക്കുന്നതാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടാത്ത പലതും ഇന്ന് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. ഈ പഴങ്ങൾ പോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് മീനിൻ്റെത്. ചില സീസണിലൊക്കെ നമുക്ക് മീൻ വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ വിഷം നിറഞ്ഞതാണ് ഈ മത്സ്യം. ചിലരൊക്കെ അങ്ങനെയുള്ള മത്സ്യം കഴിച്ചിട്ട് വയറ് കുഴപ്പത്തിലാക്കുന്നുണ്ട്. ചില അവസരങ്ങളിൽ നമുക്ക് മത്സ്യം കഴിക്കാൻ പറ്റത്തില്ല, മറഞ്ഞിരിക്കുന്നു വിഷം. സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വിഷതുല്യമായ പലതും കടന്നു വരുന്നുണ്ട്. അത് അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നത് ഉറപ്പായ കാര്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ നൽകുക എന്നതാണ്. പണ്ടൊക്കെ പറയാറുണ്ട്, നിന്റെ സ്വഭാവം എന്താണെന്നറിയാൻ നിന്റെ കൂട്ടുകാരൻ ആരാണെന്നറിഞ്ഞാൽ മതി. ഒരുവന്റെ സ്വഭാവം എന്താണെന്നറിയാൻ അവന്റെ കൂട്ടുകാരാരൊക്കെയാണെന്നറിഞ്ഞാൽ മതി. ഈ ഫലങ്ങളിൽ, ഈ പഴങ്ങളിൽ, മീനിൽ ഒക്കെ വിഷം നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചില കൂട്ടുകെട്ടുകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ചില വ്യക്തി സ്വാധീനങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വിഷം കടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വ്യക്തിയിൽ സംസ്കാരം രൂപപ്പെടുന്നതിന് ഒരടിസ്ഥാനം സൗഹൃദ ബന്ധമാണ്. കുട്ടികളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. മാതാപിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്, മാധ്യമമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവരുടെ സൗഹൃദ ബന്ധം. ഈ സൗഹൃദ ബന്ധത്തിലൂടെ കടന്നു വരുന്ന വിഷം, വിഷതുല്യമായ പലതും നമ്മുടെ കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മുഖ്യമായ ഒരു കാര്യം, മാതാപിതാക്കൾക്ക് മറ്റാരെയുംകാൾ കുഞ്ഞുങ്ങളുടെ മേൽ സ്വാധീനമുണ്ടാവുക എന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളോട് എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ മക്കളുടെ മേൽ അവരുടെ സുഹൃത്തുക്കളെക്കാൾ സ്വാധീനം നിങ്ങൾക്കുണ്ടോ? ചില മക്കളെ കുറിച്ച് മാതാപിതാക്കൾ പരാതി പറയാറുണ്ട്. എന്താണ് അവരുടെ പരാതി? എന്താണ് അവരുടെ പരിഭവം? എൻ്റെ കുഞ്ഞു വഴിതെറ്റിപ്പോയി. ചില കൗൺസിലർമാരുടെ അടുത്തേക്ക് ചില കുഞ്ഞുങ്ങളെ ചില മാതാപിതാക്കൾ കൊണ്ടേൽപ്പിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അച്ഛാ, സാറേ, എങ്ങനെയും ഇവനെ ഒന്ന് ശരിയാക്കി തരണം. ഇവനെ ഈ അവസ്ഥയിലാക്കാനായിട്ട് എളുപ്പമായിരുന്നു, പക്ഷെ ഇവനെ ശരിയാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇവന്റെ കൂട്ടുകാർക്ക് ഉള്ളതിനേക്കാൾ സ്വാധീനം ഇവന്റെ മേൽ അപ്പനായ അമ്മയായ നിനക്കുണ്ടാവണം. അങ്ങനെ സ്വാധീനം ഉണ്ടെങ്കിൽ ഒരാളും വഴിതെറ്റിപ്പോവില്ല. എന്റെ കുഞ്ഞ് കൈവിട്ടു പോയി, എന്റെ കുഞ്ഞ് നശിച്ചു പോയി എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അവന്റെ മേൽ അവളുടെ മേൽ സ്വാധീനമില്ലായിരുന്നുവെന്നാ. അവന്റെയും അവളുടെയും ലോകത്തേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റിയില്ല എന്നതാണ്. അതുകൊണ്ട് സൗഹൃദം ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളിൽ നല്ല സംസ്കാരം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ മേൽ സുഹൃത്തുക്കളെക്കാൾ ഒരു സ്വാധീനം നിങ്ങൾക്കുണ്ടാവും. നല്ല മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ സുഹൃത്തുക്കളൊക്കെ ആരാണെന്ന് പോലും അവര് തിരിച്ചറിയും. പണ്ടൊരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു, അച്ഛാ, എൻ്റെ മക്കളുടെ കൂട്ടുകാരൊക്കെ എൻ്റെയും കൂട്ടുകാരാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ? തൻ്റെ മക്കളുടെ കൂട്ടുകാരെയൊക്കെ തനിക്കറിയാം. നിങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്കറിയാവോ? അങ്ങനെയാണെങ്കിൽ ആ സുഹൃത്തുക്കളിലൂടെ നന്മയാണോ തിന്മയാണോ ഈ മകളിലേക്ക് വരുന്നതെന്ന് നമുക്കറിയാമല്ലോ. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് ചെല്ലുന്നില്ല, അവരവരുടെ ലോകത്ത് പോകുന്നു, നമ്മൾ നമ്മുടെ ലോകത്തൂടെ പോകണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല സംസ്കാരത്തിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ, നല്ല സൗഹൃദ ബന്ധത്തിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ ലോകത്ത് ജീവിക്കാൻ സാധിക്കണം. നമ്മുടേതായ ലോകത്തിലൂടെ പോകുന്നതോടൊപ്പം തന്നെ അവരുടെ ലോകത്ത് ജീവിക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് കേൾക്കണം, അവരെ ഒന്ന് ശ്രദ്ധിക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല സൗഹൃദ വലയത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാം. സൗഹൃദം വേണ്ടെന്ന് പറയുന്നില്ല, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ സൗഹൃദം ഭക്ഷണം പോലെ തിരഞ്ഞെടുക്കേണ്ടതാണ്. സൗഹൃദം ഭക്ഷണം പോലെ തിരഞ്ഞെടുക്കേണ്ടതാണ്. നല്ല ഭക്ഷണവുമുണ്ട്, മോശം ഭക്ഷണവുമുണ്ട്. നല്ല മീനുമുണ്ട്, മോശം മീനുമുണ്ട്. നല്ല പഴങ്ങളുമുണ്ട്, മോശം പഴങ്ങളുമുണ്ട്. നല്ല സൗഹൃദം നല്ല സംസ്കാരം രൂപപ്പെടുത്തും. മോശം സൗഹൃദ ബന്ധം, മോശം സുഹൃത്തുക്കൾ മോശം സംസ്കാരം രൂപപ്പെടുത്തും. ഇവിടെ മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിഷ ചേച്ചി പുതിയൊരു കഥയുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിൽ എത്തുന്നത്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു മരുഭൂമിയിൽ വെച്ച് ഒരു വിശുദ്ധന് വഴിതെറ്റിപ്പോയി. അദ്ദേഹം മരുഭൂമി മുഴുവൻ അലഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാതെ വിശന്നു. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ച് നടന്നു നീങ്ങിയ വിശുദ്ധന് കുറേ നടന്നപ്പോൾ ഒരു ഒഴിഞ്ഞ ചാക്ക് കിട്ടി. ആ ചാക്കെടുത്ത് തൻ്റെ തോളിലിട്ടുകൊണ്ട് അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ, വിശന്നു വലഞ്ഞ ഒരു മനുഷ്യന് ഒഴിഞ്ഞ ചാക്ക് നൽകിയ അങ്ങേക്ക് നന്ദി. അവിടെ നിന്ന് വീണ്ടും കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഞാൺ പൊട്ടിയ വില്ല് കിട്ടി. ആ വില്ലെടുത്ത് തൻ്റെ ചാക്കിലിട്ട് അദ്ദേഹം വീണ്ടും ഉറക്കെ പ്രാർത്ഥിച്ചു, വിശന്നു വലഞ്ഞ ഒരു മനുഷ്യന് ഞാൺ പൊട്ടിയ വില്ല് നൽകിയതിന് ദൈവമേ നിനക്ക് നന്ദി. വീണ്ടും മുന്നോട്ട് നടന്ന വിശുദ്ധൻ ഉണങ്ങിപ്പോയ ഒരു മരത്തിൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഏതാനും കമ്പുകൾ ശേഖരിച്ച് തൻ്റെ ചാക്കിലിട്ടുകൊണ്ട് വീണ്ടും അയാൾ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, വിശന്നു വലഞ്ഞ ഒരു മനുഷ്യന് ഉണക്ക കമ്പുകൾ നൽകിയ ദൈവമേ നിനക്ക് നന്ദി. വീണ്ടും അദ്ദേഹം മുന്നോട്ട് നടന്നു. കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ വഴിവക്കിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പാത്രം അദ്ദേഹം കണ്ടു. പൊടി തട്ടിയെടുത്ത് സഞ്ചിയിലിട്ടുകൊണ്ട് വീണ്ടും അയാൾ പ്രാർത്ഥിച്ചു, വിശന്നു വലഞ്ഞ മനുഷ്യന് പൊടി പിടിച്ച ഒരു പാത്രം നൽകിയ ദൈവമേ നിനക്ക് നന്ദി. വിശുദ്ധൻ തൻ്റെ യാത്ര തുടർന്നു. വീണ്ടും അദ്ദേഹത്തിന് മുമ്പിൽ ചൂണ്ടക്കോലില്ലാത്ത ഒരു ചൂണ്ടക്കൊളുത്ത് വീണ് കിട്ടി. അതും എടുത്ത് തൻ്റെ ചാക്കിലിട്ട് പഴയ പ്രാർത്ഥന അദ്ദേഹം ആവർത്തിച്ചു, വിശന്നു വലഞ്ഞ മനുഷ്യന് ചൂണ്ടക്കോലില്ലാതെ ഒരു ചൂണ്ട
മാത്രം നൽകിയ ദൈവമേ നിനക്ക് നന്ദി. വീണ്ടും തൻ്റെ യാത്ര തുടർന്ന വിശുദ്ധൻ ഒടുവിൽ എത്തിച്ചേർന്നത് ഒരു വലിയ നദിയുടെ കരയ്ക്കാണ്. അവിടെ വെച്ച് മുട്ടുകുത്തി അയാൾ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു. വിശന്നു വലഞ്ഞ മനുഷ്യന് ഒരിക്കലും നീന്തിക്കിടക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഒരു നദിയുടെ മുൻപിൽ എത്തിച്ച ദൈവമേ നിനക്ക് നന്ദി. പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ തൻ്റെ ചാക്ക് തുറന്ന് ചൂണ്ടയെടുത്ത് വില്ലിൻ്റെ അറ്റത്ത് കെട്ടി അതുപയോഗിച്ച് പുഴയിൽ നിന്ന് ഒരു മീൻ പിടിച്ച് തൻ്റെ ചാക്കിലുണ്ടായിരുന്ന പൊടി പിടിച്ച പാത്രം പുഴയിൽ കഴുകി ശേഖരിച്ചു വെച്ചിരുന്ന ഉണക്ക കമ്പുകൾ വിറകായി ഉപയോഗിച്ച് മീൻ പാകം ചെയ്ത് അദ്ദേഹം വയറു നിറയെ കഴിച്ചു. എന്നിട്ട് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. സമൃദ്ധമായ ഭക്ഷണം നൽകി അനുഗ്രഹിച്ചതിന് ദൈവമേ നിനക്ക് നന്ദി. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ, നമ്മൾ എത്തിച്ചേരുന്ന ചില സ്ഥലങ്ങൾ, കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾ, ചെയ്യാനായി നൽകപ്പെടുന്ന ചില നിയോഗങ്ങൾ, ഇവയുടെയൊന്നും അർത്ഥം അപ്പോൾ നമുക്ക് മനസ്സിലാകണം എന്നില്ല. പക്ഷേ ഓരോ അനുഭവങ്ങളും ചെയ്തു തീർക്കുന്ന ഓരോ ജോലികളും എല്ലാം മുൻപോട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി, വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാവാം. കടന്നു വരുന്ന ഒന്നും നഷ്ടങ്ങളല്ല. അത് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. എല്ലാം വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ഒരുക്കൂട്ടലുകൾ മാത്രമായിരുന്നുവെന്ന്. കടൽ തീരത്തെ തുറമുഖങ്ങൾ പോലെ ദൈവം പള്ളികൾ സ്ഥാപിച്ചിരിക്കുന്നു. ഭൗമികമായ ആകുലതകളുടെ നീർച്ചുഴിയിൽ നിന്നും അവിടെ നിങ്ങൾ അഭയം തേടാനും സമാധാനവും പ്രശാന്തതയും കണ്ടെത്താനുമാണത്. വിശുദ്ധ ജോൺ ക്രിസ്തോസ്തത്തിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.